ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾക്കിപ്പോ മനസ്സിലായി, ഞങ്ങൾ അനാഥര് തന്നെയാ. മോളെ, നീ എന്തെങ്ങനെ? നീ എന്റെ മരുമോള, എന്റെ വിനുമോന്റെ പെണ്ണ്. ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് മോളെ എങ്ങനെ കണ്ടുപിടിച്ചു? മനസ്സുകൊണ്ട് തെരഞ്ഞ ഏത് മൂലയിൽ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കാൻ പറ്റും അമ്മേ. നിങ്ങളെ കാണാനില്ലെന്നറിഞ്ഞ സമയം മുതല് പാവം വിനുവേട്ടൻ ആകെ തകർന്ന നടക്കുന്നത്. എന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി പൊട്ടിക്കരയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് അമ്മ ഇവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട. അച്ഛനും അമ്മയ്ക്കും 3 നേരം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിക്കൊണ്ടാ ഞാൻ വന്നേക്കുന്നേ. മോളെ, എന്തിനാ നീ? അമ്മേ വേണ്ട. അല്ല, അച്ഛനെവിടെ? മാധവേട്ടൻ ഒരു വർക്ക്ഷോപ്പിൽ പണിക്ക് പോകുന്നുണ്ട്. പണിക്ക് പോന്നു പറഞ്ഞ വർക്ക്ഷോപ്പ് നടത്തുന്നു. ഉച്ചയ്ക്ക് എന്നും ഇവിടെ വന്ന് ആഹാരം കഴിക്കുന്നേ. ചോറ് പൊതിഞ്ഞു തരാന്ന് പറഞ്ഞാ കേക്കില്ല. പാവം, എന്നെ ഇട്ട് പാടുപെടുത്തണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. അത് മാത്രമായിരിക്കില്ല, ചന്ദ്രികാമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോവാന്ന് കരുതിയിട്ടുണ്ടാവും. വരാൻ സമയാവുന്നുണ്ട്. ആ, അതിന് അമ്മ എന്തിനാ ധൃതി പിടിക്കുന്നേ? ആഹാരമൊക്കെ റെഡിയാണല്ലോ. ഇനിയിപ്പോ ചന്ദ്രികാമ്മയുടെ കൈവച്ചുണ്ടാക്കുന്നതേ മാധവൻ നായർ കഴിക്കുള്ളൂന്നുണ്ടോ? കൂടെ എവിടുന്ന്? ആ, എന്റെ വിനുമോന്റെ വിശേഷങ്ങളൊക്കെ കേക്കട്ടെ. ചന്ദ്രു, ദേ മാധവേട്ടൻ വരുന്നുണ്ട്. അമ്മേ പറയല്ലേ, ഞാനവിടെ മാറി നിക്കാം. ചന്ദ്രു, ആ അച്ഛാ, ഓടിക്കളയല്ലേ, ഞാനാ മീനാക്ഷി. അന്ന് മാർക്കറ്റിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മുഖം തരാതെ മുങ്ങിക്കളഞ്ഞു. ഇന്ന് ഞാൻ വിടില്ല. അതും മോളെ, അന്നത്തെ അവസ്ഥ അതായിരുന്നു. അതെ, ഇന്ന് നമുക്ക് 2 ആൾക്കുള്ള ഭക്ഷണമായിട്ടാ മീനാക്ഷി വന്നിരിക്കുന്നത്. രണ്ടാളും വന്ന് കൈയഴുകിയിട്ടിരിക്കെ, ഞാൻ വിളമ്പാം. അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്റെ മരുമോളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടേ ഒരുപാട് നാളായി. നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. അത് പറ്റില്ല, ആദ്യം അച്ഛനും അമ്മയും കഴിക്കേ. ഞാൻ എന്റെ മനസ്സറിഞ്ഞ് എന്റെ അമ്മായച്ഛനും അമ്മായിയമ്മയ്ക്കും വിളമ്പി തരട്ടെ. ബാ അമ്മ ഇരിക്കെ. അച്ഛാ ഇരിക്കെ. ഇതാച്ചാ. അമ്മേ, എന്താ അമ്മേ കഴിക്കാത്തെ? ഞാനുണ്ടാക്കിയ ആഹാരം ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല മോളെ, ഇഷ്ടം കൂടി പോയിട്ട്. എന്റെ വിനുമോനും കൂടി വേണമായിരുന്നു. മാനത്തെ കൊട്ടാരം